ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ചൂട് കാലത്തും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണിത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അരച്ചെടുക്കാത്ത റാഗിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഉമിയോട് കൂടെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തരിച്ചെടുക്കുക. അപ്പോൾ ഈ ഉമിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ റാഗി വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ തലേന്ന് തന്നെ ഒന്ന് കുതിർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുത്തിട്ട് യൂസാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള റാഗി പൊടിയുടെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക, കുറുക്കിയെടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയാൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് റാഗിപ്പൊടി വേവാതെ ആവും. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒന്ന് ചൂടാറുമ്പോൾ ഇതൊന്നും കൂടി തിക്കായി കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 2 എണ്ണമാണ്, മീഡിയം സൈസിലുള്ള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുറുക്കൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിക്കായി കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതോട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ജ്യൂസ് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി കുറച്ച് ഹെൽത്തി ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പാൽ കൂടെ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു 3/4 കപ്പോളം പാൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മൊത്തത്തിൽ 2.5 കപ്പോളം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എസ് ക്യൂബ് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ കസ്കസും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിക്ക് തന്നെയാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാവുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റാഗിപ്പൊടി വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഈ ഒരു നോമ്പ് കാലത്തും ചൂടിനൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ക്ഷീണമൊക്കെ മാറാനൊക്കെ സഹായിക്കുന്നൊരു ജ്യൂസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.